പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തക്കായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചു. യൂദയുടെ ലേഖനം 1:12. ഇവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നമ്മുടെ ആത്മീയ സത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. യൂദയുടെ ലേഖനം എഴുതുമ്പോൾ പുറമേ ഉള്ളവർക്ക് എഴുതുവാൻ പരിശുദ്ധാത്മാവ് യൂദയോട് പറഞ്ഞു, അകമേ ഉള്ളവർക്ക് എഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. അപ്പോൾ അകമേ ഉള്ളവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് യൂദയുടെ ലേഖനം. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കഴിയും. എന്താണ് അകമേ ഉള്ളവർ? അകത്തുള്ളവർ, സഭയുടെ അകത്ത് അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ചില ആത്മീയ സത്യങ്ങൾ യൂദ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീർന്നു. യൂദ ഒത്തിരി വിഷയങ്ങൾ അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അവർക്കയ്യോ കഷ്ടം, അവർ കായിൻ്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നവർ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ചും നിങ്ങളെ തന്നെ തീറ്റുന്നവരും, വെള്ളമില്ലാത്ത മേഘങ്ങളും ഇല കൊഴിഞ്ഞതും ഫലമില്ലാത്തതും രണ്ടുരി ചത്തു വേരറ്റുപോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുഴച്ചു പൊങ്ങുന്ന കൊടിയ കടത്തീരങ്ങൾ, സദാകാലത്തേക്കും അന്തസമസ്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാവികളെ ബോധം വരുത്തുവാൻ അവൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. ഈ വചനത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, എന്നാൽ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതായ, പൂർണ്ണമായി സഭ ഏറ്റെടുക്കേണ്ട അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്ന ഈ കാലയളവിൽ ഈ വചനം ഓരോ സഭകളിലും ഇത് കടന്നുകൂടിയിരിക്കുന്നു. എന്താണ് സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ? പാറയല്ല, പാറത്തരികൾ. പത്രോസ്, നീ പെട്രോസാകുന്നു. പാറക്കഷ്ണങ്ങൾ, പാറക്കല്ലുകൾ. നമ്മളെ കർത്താവ് പറയുന്നത് ഒരേ കല്ലുകൾ കൊണ്ടാണ് നമ്മളെ പണിയപ്പെടുന്നത്. അപ്പൊ ഈ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ പറയാം. നമ്മൾ സദ്യ കഴിക്കുമ്പോൾ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് നമ്മുടെ വായിൽ പെട്ടാൽ നമ്മൾ ആ കഴിക്കുന്ന വസ്തുവെ അത് നമ്മൾ തുപ്പിക്കളയുവാൻ ഇടയായിത്തീരും. അത് പിന്നെ ഇറക്കാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ പോകുന്ന ചില ആത്മീയ കൂട്ടായ്മയിൽ ചില മറഞ്ഞിരിക്കുന്ന പാറകളുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ എന്നെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ചില വ്യക്തികൾക്ക് മേൽ ദൈവശക്തി വ്യാപരിക്കും. ചില സഭകളിൽ ചിലരിൽ മറഞ്ഞിരിക്കുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. എന്താണ് വെള്ളമില്ലാത്ത മേഘങ്ങൾ? ഞാൻ പറയാറുണ്ട്, എന്നാൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞതും ഫലമില്ലാത്തത്, രണ്ടുരു ചത്ത, വെള്ളമില്ലാത്തത്. ഇപ്പോൾ മേഘത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമെന്ന് തോന്നും. നല്ല പ്രാർത്ഥന, നല്ല അന്യഭാഷ, നല്ല ആരാധന, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇതിൻ്റെ പ്രകടനം മാത്രമേ ഉള്ളൂ. അവൻ്റെ ജീവിതത്തിലേക്ക് വെള്ളമില്ല. പണ്ട് ആ ഒരു അമ്മച്ചി പറയുന്നത് പോലെ, ഹല്ലേലൂയ, കൊപ്ര ഉണക്കാനിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നാ മഴക്കാർ പെയ്യുന്നുണ്ട്. മക്കളെ, മഴ പെയ്യാൻ പോകുന്നുണ്ട്. വേഗം ഹല്ലേലൂയ ഈ കൊപ്ര മുഴുവനും വലിച്ചു കയറ്റി ഇടണം. എൻ്റെ നാട്ടിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, തെയ്യാമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അവർക്കൊരു കൊപ്രാക്കളം ഉണ്ടായിരുന്നു. ആ അമ്മച്ചി പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഇപ്പോഴും ഈ വചനത്തിൽ ചിന്തിക്കുമ്പോൾ, വെള്ളമില്ലാത്ത മേഘ. ആ അമ്മച്ചി പറയുന്നുണ്ട്, എങ്ങനെയെന്നറിയാവോ? ആ അമ്മച്ചി പറയുന്നത്, മക്കളെ, നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് TV ഒന്നുമില്ല. TV കാണണോ? ഞാൻ TV വെച്ച് തരാം, നിങ്ങൾക്ക് സിനിമ കാണിക്കാം. അന്നത്തെ പരിപാടി
മലയാളം പരിപാടി കാണിച്ചു തരാം എന്ന് പറയുമ്പോഴേക്കും അവരിടയിലേക്ക് ഓടിച്ചെല്ലും. എന്തിനാണ്? അന്നേരം അമ്മച്ചി പറയും, ഇതേ മഴ പെയ്യാൻ പോണ്ട്, ഈ കൊപ്ര മുഴുവനും വലിച്ചു കയറ്റിയിടണം. ഇത് എല്ലാ പിള്ളേരും കൂടി ഈ കൊപ്ര വലിച്ചിടും. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനാണ്. എന്നാൽ മഴ പെയ്യുകയില്ല. അമ്മച്ചിയുടെ 2 അന്യഭാഷയും പറയും. അന്യഭാഷയിലെ അന്യായ ഭാഷ മഴ പറ്റിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഭകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. വീണ്ടും ജനിച്ചവരെ വീട്ടിൽ ജനിച്ച മക്കളാണ് ഇന്ന് കാണുന്നത്. എനിക്കും മക്കളുണ്ട്. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ഭയത്തോടെയാണ് ഈ ആലോചന പറയുന്നത്. വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു തന്നെ ആ വാക്യം തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഞാൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചു. ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനിലുള്ള വിശ്വാസം. ഇന്ന് നമ്മുടെ തലമുറകളെ നോക്കിക്കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ക്രൂശീകരണം നടന്നിട്ടുണ്ടോ? പലരും ക്രൂശ് എടുത്തിട്ടുണ്ട്. ഈ ക്രൂശിന്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ട്. വാക്യങ്ങൾ പറയുന്നില്ല, ക്രൂശിന്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ട്. ഈ ക്രൂശിക്കപ്പെട്ട വ്യക്തി പിന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമായിരിക്കണം. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നവരായിരിക്കണം. അതാ വെള്ളമില്ലാത്ത മേഘങ്ങളാകരുത്. നിങ്ങളുടെ സ്നേഹസപ്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറയാകരുത്. നമ്മുടെ പത്രോസ് ചായൻ 1 പത്രോസിൽ പറയുന്നുണ്ട്, 2-ാം വാക്യം 1 തൊട്ട്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അപ്പോൾ ഒരു വിശ്വാസി എന്നാൽ എന്താണ്? അവൻ ഒരു ശിശുവാണ്. ഏത്? ഇപ്പോൾ ജനിച്ച ശിശുവായിരിക്കണം. അവനാണ് മായമില്ലാത്ത പാൽ കുടിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരു ചിന്തയും കൂടി ഞാൻ കൊണ്ടുവരുവാൻ ഇരിക്കുന്നു. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പുതു മനുഷ്യനാകുക. അതായത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ. പത്രോസ് പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിക്കണം. ഏത്? ഈ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരു ചിന്തയും കൂടി കൊണ്ടുവരികയാണ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭവനത്തിൽ പോയി ഒരു കൊച്ചിനെ കാണുവാനായിട്ട്. ആ കുഞ്ഞുകുട്ടി അവിടെ ചെന്നപ്പോൾ എൻ്റെ മോൾ ഹല്ലേലൂയ കുഞ്ഞായിരുന്നു. എന്നാൽ തീരെ കുഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശു ഒരാഴ്ചയായിട്ടുള്ളൂ. ആ കുഞ്ഞ് 2 ആയിട്ടുള്ളൂ. ആ കുഞ്ഞ് ആ ബെഡ്മേ കിടക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ മോൾക്ക് ഒരു കൗശലം, അവളെ ശ്രദ്ധിക്കുന്നില്ല ആ കുഞ്ഞ്. നമ്മളെ ജീവിതത്തിൽ പലരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. നമ്മളെ ജഡം വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ഒരു കൗതുകം തോന്നി. ആ കുഞ്ഞിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നുള്ളി. ആ കുഞ്ഞിന് വേദന എടുക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് ഹല്ലേലൂയ വാവിട്ട് കരയാൻ തുടങ്ങി. കുഞ്ഞിന് പ്രതികരിക്കാൻ കഴിയുകയില്ല. ഇതാണ് ക്രൂശീകരണം. ഹല്ലേലൂയ. ആ കുഞ്ഞിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, സംസാരിക്കാൻ കഴിയുകയില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്കിനി ക്രിസ്തു
ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ ദൈവപുത്രനിലുള്ള വിശ്വാസം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും ഞാൻ എൻ്റെ കരങ്ങളെ ഹല്ലേലൂയ ഞാൻ കാണിമേൽ ക്രൂശിക്കപ്പെടുവാനിടയായിത്തീർന്നു. എൻ്റെ കരം ഇനി പൊങ്ങുകയില്ല. ഞാൻ ഇപ്പോൾ ജനിച്ച ശിശുവാണ്. നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ഇപ്പോൾ ജനിച്ച ശിശുവാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആദ്യത്തെ പോപ്പ് പറയുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇപ്പോൾ ജനിച്ച ശിശുവിന് പ്രതികരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിന്നെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട് നിന്നെ ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ നിനക്ക് ഭാരപ്പെടരുത്. നിനക്ക് പ്രതികരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ആ കുഞ്ഞു ശിശുവിനെ പോലെ ഹല്ലേലൂയ നീ ആയിരിക്കുകയാണ്. എന്താ? നീ ക്രൂശിക്കപ്പെട്ട് നീ ഇപ്പോൾ ജനിച്ചവനാണ്. ഇപ്പോൾ ജനിച്ച ശിശുവാണ്. ഇത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന്. ഇപ്പോൾ ജനിച്ചവനാണ് നാം. പുതിയ സൃഷ്ടിയായിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. ആ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതു മനുഷ്യനെ ധരിക്കുവാൻ ഈ വചനം കേൾക്കുമ്പോൾ ദൈവശക്തി ചില ഹല്ലേലൂയ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു, ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് പുതു മനുഷ്യനാകണം, അശിശുവായി തീരണം. അല്ലെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതു മനുഷ്യനെ ധരിക്കണം. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാകരുതേ. ഹല്ലേലൂയ. നമ്മൾ സദ്യ കഴിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്. നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ശിശുവിനെ പോലെ സകല ദുഷ്ടതയും ചതിയും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇതായിരിക്കണം ഒരു ദൈവ പൈതലിനെ. വീണ്ടും ജനിച്ചവരെ വീട്ടിൽ ജനിച്ച മക്കളല്ല നമ്മൾ. ഹല്ലേലൂയ. വീണ്ടും ജനനം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജീവൻ വ്യാപരിക്കുവാൻ ഇടയായിത്തരും. പിന്നെ നിന്നെക്കെതിരെ ഹല്ലേലൂയ എന്ത് പറഞ്ഞാലും നുള്ളിയാലും ഉപദ്രവിച്ചാലും ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പറയും നീ ക്രൂശിക്കപ്പെട്ടവനാണ്. നിനക്കെതിരെ ഒരു വാക്കെടുക്കാൻ കഴിയുകയില്ല. നിനക്കെതിരെ പത്രോസ് ഹല്ലേലൂയ പടയാളിയുടെ കാതർത്തു, വാളെടുത്തു. ഹല്ലേലൂയ. വാളുറയിലിടുവിൻ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ പറയുന്ന എല്ലാത്തിനെയും ക്രൂശിക്കുവാൻ, എനിക്കെതിരെ ഹല്ലേലൂയ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, ഇത് പഴയത് കഴിഞ്ഞുപോയി, ഇനി പുതിയ മനുഷ്യനാണ്, ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്, ഞാൻ വെള്ളമില്ലാത്തവനല്ല. വെള്ളമുള്ള ആത്മമാരി ഉണ്ടാകുവാൻ, ആത്മാഭിഷേകം ഉണ്ടാകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായ ഈ നിലം മാറ്റി നമ്മളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആരോ ഇപ്പോൾ ജനിച്ച ശിശുവാകുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വെള്ളമുള്ളവനായി തീരുവാൻ, ആത്മമാരി ഉള്ളവനായി തീരുവാൻ, ദൈവിക അഭിഷേകമുള്ളവനായി തീരുവാൻ, എന്നിൽ ഹല്ലേലൂയ ദുഷ്ടത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ക്രൂശിക്കപ്പെടും. ഞാൻ പുതിയ സൃഷ്ടിയാണ് എന്ന് ആര് തീരുമാനിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ എന്ത് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിലും പുതിയ ജനനം എനിക്ക് വേണം, പുതിയ സൃഷ്ടിയാകണം, എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വരണം. ഒരു കാലത്തും തള്ളിക്കളയാത്തവൻ ഹല്ലേലൂയ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്ന നിങ്ങൾക്കും ജീവനുള്ള കല്ലുകളായി തീരുവാനിടയായിത്തീരും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നമ്മൾ. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനിടയായിത്തീരും. ഈ വചനം കേൾക്കുമ്പോൾ ചില ക്രൂശീകരണങ്ങൾ, ക്രിസ്തുവേശുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. 05277568188. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.